നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് കണക്കെടുപ്പിൻ്റെ ഒരു സമയമാണല്ലോ. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ പിറന്ന റെക്കോർഡുകൾ ഏതൊക്കെയാണ്? അവിടെ ഇവിടെ തപ്പണ്ട, ഒഫീഷ്യലായിട്ട് ഫിഫ അത് പ്രസിദ്ധീകരിച്ചു. ഏതൊക്കെ റെക്കോർഡുകൾ പിറന്നു? ഒന്നാമത്തെ റെക്കോർഡ്, ഏറ്റവും പ്രായം കൂടിയ കോച്ച്, വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ കോച്ചിനെ കണ്ടത് നമ്മളിപ്പോഴാണ്. മറ്റാരുമല്ല, ഡിക് അഡ്വക്കേറ്റ്. കുറസാവോയുടെ കോച്ചായിട്ട് അദ്ദേഹം ഈ വേൾഡ് കപ്പിന് വരുമ്പോൾ പ്രായം 78 ദിവസവും 78 വർഷവും 271 ദിവസവും, അതായത് അദ്ദേഹത്തിന് 78 വയസ്സായി. ഐവറി കോസ്റ്റിനെ അവർ സമനിലയിൽ പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. മോശമല്ലാത്തൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ടീം ആദ്യ കളിയിൽ തകർന്നടിഞ്ഞെങ്കിലും പിന്നീട് നടത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇപ്പോൾ 2010 റഹഗൽ ഗ്രീസിൻ്റെ കോച്ചായി 71 വയസ്സിൽ വന്നായിരുന്നു ഇതുവരെ റെക്കോർഡ് തിരുത്തി കുറിച്ചു. ഇത്തവണ തന്നെ ഇപ്പോൾ കാർലോസ് കീയോഡസ് ഗാനയുടെ കോച്ചായിട്ട് വന്നത് 73 വയസ്സുള്ളപ്പോഴാണ്. സൗത്ത് ആഫ്രിക്കയുടെ കോച്ച് ഹ്യൂഗോ ബ്രൂസിന് വയസ്സ് 74 ചെക്കിയുടെ കോച്ച് മിറോസ്ലാവ് കൗബക്കിൻ്റെ പ്രായവും 74. അപ്പോൾ അവരൊക്കെ മറികടന്നിട്ട് ഇതാ 78 വയസ്സുള്ള ഡിക് അഡ്വക്കേറ്റ്. അടുത്ത റെക്കോർഡ്, ഫസ്റ്റ് ടീംമേറ്റ്സ് ടു റീച്ച് 6 goals ഇൻ 1 എഡിഷൻ. ഒരു ടീമിലെ 2 പേര് 6 ഗോളുകളെങ്കിലും മിനിമം അടിക്കുന്നത്. അതിൽ ജൂഡ് ബെല്ലിംഗാമും ഹാരി കെയ്നും ഉണ്ട്. ഒപ്പം ഓസ്മാൻ ഡെംബലെയും കിലിയൻ എംബാപ്പയും ഉണ്ട്. അപ്പം ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ആ ഡ്യുവോ ആണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അവർ റിവാൾഡോയും റൊണാൾഡോയും 2002 കുറിച്ചൊരു റെക്കോർഡ്, 2 ടീംമേറ്റ്സും മിനിമം 5 ഗോളെങ്കിലും അടിച്ചതിൻ്റെ റെക്കോർഡ്. അതിനു മുമ്പ് ജേഴ്സിഞ്ഞയും പെലയും അതുപോലെ തന്നെ സാൻഡോർ കോക്സിസും ഫെറങ് പുസ്കാസും ഒക്കെ ആ നേട്ടങ്ങൾ നേടിയിരുന്നു. അതാണിപ്പോൾ അവർ മറികടന്നിരിക്കുന്നത്. അവരൊക്കെ 5 ഗോളുകൾ എന്നുള്ളതാണ്. അത് മറികടന്ന് 6 ഗോളുകൾ നേടിക്കൊണ്ട് പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. പിന്നെ ദിദിയർ ദശാമിൻ്റെ കാര്യം, കോച്ച് വിത്ത് മോസ്റ്റ് അപ്പിയറൻസസ്. വേൾഡ് കപ്പിൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയ കോച്ച് എന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം പോകുന്നു. 26 മത്സരങ്ങളിൽ അദ്ദേഹം കോച്ചായി. അപ്പം അത് ഒരു പുത്തൻ റെക്കോർഡാണ്. പിന്നെ യങ്ങസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ടു ബാഗ് ബ്രേസ്, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് ബ്രേസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ജൊഹാൻ മൻസംബിക്ക്. അദ്ദേഹം 20 വയസ്സും 247 ദിവസവും പ്രായമുള്ളപ്പോഴാണ് സ്വിറ്റ്സർലൻഡിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ട് ആ ഒരു ഗോൾ ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനക്കെതിരെ അദ്ദേഹം നേടിയത്. സോ പുത്തൻ റെക്കോർഡാണ്. കിലിയൻ എംബാപ്പെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോററായി 22 ഗോളുകളുമായിട്ട്. മിറോസ്ലാവ് ക്ലോസയെ മറികടന്ന് മുന്നോട്ട് പോയി. മെസ്സി ഒപ്പം പിടിച്ചിരുന്നു. മെസ്സി ഇടക്കൊന്ന് മുന്നിൽ കയറി. പക്ഷേ ലൂസേഴ്സ് ഫൈനലിലെ ഗോളുകളോടെ എംബാപ്പെ 1ാം സ്ഥാനം പിടിച്ചു. പുത്തൻ റെക്കോർഡാണ്. ഏറ്റവും അധികം വിജയങ്ങൾ നേടിയിട്ടുള്ള താരം റെക്കോർഡ് ലയണൽ മെസ്സി സ്വന്തമാക്കുന്നു. സോ ക്ലോസെ ആയിരുന്നു നേരത്തെ ഈ ഒരു റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ മറികടന്നു. ഇപ്പം അർജൻറ്റീനയുടെ സൂപ്പർ താരം റെക്കോർഡിലേക്ക് എത്തുന്നു. 23 മത്സരങ്ങളിലെ വിജയങ്ങൾ. തൊട്ടുപുറകിലുണ്ട് കിലിയൻ എംബാപ്പെ 17 മത്സരങ്ങളിലെ വിജയങ്ങളുമായിട്ട്. അടുത്ത റെക്കോർഡ് മെസ്സിക്ക്, പ്ലെയർ സ്കോറിംഗ് ഇൻ മോസ്റ്റ് സക്സസീവ് അപ്പിയറൻസസ്. തുടർച്ചയായ 9 മത്സരങ്ങളിൽ അദ്ദേഹം വേൾഡ് കപ്പിൽ ഗോളടിച്ചു. മെസ്സിക്ക് പുത്തൻ റെക്കോർഡ്. ജസ്റ്റ് ഫൊണ്ടൈൻ്റെയും ജേഴ്സിഞ്ഞയുടെയും റെക്കോർഡുകളാണ് മറികടന്ന്. അവർ രണ്ടുപേരും തുടർച്ചയായ 6 മത്സരങ്ങളിലാണ് ഗോളുകൾ അടിച്ചിരുന്നത്. ഇതാ കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ വേൾഡ് കപ്പിലുമായിട്ട് തുടർച്ചയായ 9 മത്സരങ്ങളിൽ ലിയോ മെസ്സിയുടെ ഗോളുകൾ പിറന്നു. പിന്നെ മോസ്റ്റ് ഗോൾസ് ഫ്രം ഔട്ട്സൈഡ് ദി ബോക്സ്, ലയണൽ മെസ്സി വീണ്ടും റെക്കോർഡ്. 7 ഗോളുകളാണ് ഫ്രം ഔട്ട്സൈഡ് ദി ബോക്സ് അദ്ദേഹം വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ളത്. അർജന്റീനയുടെ നമ്പർ 10 താരം വിദൂരതയിൽ നിന്ന്, അതായത് ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്ന് ഗോളുകൾ അടിച്ചത്. ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനക്കെതിരെ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരെയും നൈജീരിയക്കെതിരെയും 2014 അദ്ദേഹത്തിൻ്റെ ഗോളുകൾ അങ്ങനെ വന്നു. പിന്നെ മെക്സിക്കോക്കെതിരെ 2022 ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്ന് അദ്ദേഹത്തിന് ഗോൾ വന്നിരുന്നു. ഇപ്പോൾ ഈ വേൾഡ് കപ്പിലും അത് തന്നെ സംഭവിക്കുന്നു. 2 എണ്ണം അൾജീരിയക്കെതിരെ അങ്ങനെ വന്നിട്ട് ഔട്ട്സൈഡ് ദി പെനാൽറ്റി ഏരിയയിൽ നിന്ന്. സോ അദ്ദേഹം വമ്പൻ താരങ്ങളെയൊക്കെയാണ് മറികടന്നിട്ടുള്ളത്. പുത്തൻ റെക്കോർഡിലേക്ക് അദ്ദേഹം പോകുന്നു. ജേഴ്സി റെവലിനെയൊക്കെ മറികടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ജോർദനെതിരെയും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്ന്. മൈക്കൽ ഒലീസെ മോസ്റ്റ് അസിസ്റ്റ് ഇൻ 1 എഡീഷൻ, 7 അസിസ്റ്റുകളായി. പെലയെ മറികടന്നു എന്നുള്ളതാണ്. പെലയ്ക്ക് 5 അസിസ്റ്റുകളാണ് ഒരു വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 7 അസിസ്റ്റുകളുമായിട്ട് മൈക്കൽ ഒലീസെ അവിടെ എത്തി. റോഡ്രി മോസ്റ്റ് കംപ്ലീറ്റഡ് പാസസ് ഇൻ 1 എഡീഷൻ ഓഫ് വേൾഡ് കപ്പ്, 790 വേൾഡ് കപ്പുകളുമായിട്ട് അദ്ദേഹം പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്.
സോ വമ്പൻ നേട്ടത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മറികടന്നിരിക്കുന്നത് ചാവിയെയാണ്. ചാവി ഈ പറഞ്ഞ പോലെ നേരത്തെ 599 പാസുകൾ 2010 അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പിൽ 636 സക്സസ്ഫുൾ പാസുകൾ ഒക്കെ നേടിയിരുന്നതിനൊക്കെ മറികടന്നിട്ട് 790 പാസുകളുമായിട്ട് റോഡ്രി പുത്തൻ റെക്കോർഡിലേക്ക് കടന്നുപോയി. പിന്നെ ഡിഫറെൻ്റ് എഡീഷനുകളിൽ വ്യത്യസ്ത വേൾഡ് കപ്പുകളിൽ ഗോൾ അടിച്ച താരമെന്ന റെക്കോർഡിലേക്ക് ക്രിസ്ത്യാനോ 6 വ്യത്യസ്ത വേൾഡ് കപ്പുകളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചുകൊണ്ട് പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഏതായാലും വേൾഡ് കപ്പിൽ നോക്കൗട്ട് സ്റ്റേജിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡിലേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ പോകുന്നത് നമ്മൾ കണ്ടു. എലോയ് റൂം മോസ്റ്റ് സേവ്സ് ഇൻ വേൾഡ് കപ്പ് മാച്ച്, ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ ഏറ്റവും അധികം സേവുകൾ നടത്തിയതിൻ്റെ റെക്കോർഡിലേക്ക് കുർസാവോയുടെ ഗോൾ കീപ്പർ എത്തുകയാണ്. എന്ന് പറയുമ്പോൾ 16 സേവുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പം അത് ഒരു പുത്തൻ റെക്കോർഡാണ്. ഉനായ് സിമോൺ മോസ്റ്റ് ക്ലീൻ ഷീറ്റ്സ് ഇൻ 1 വേൾഡ് കപ്പ് 7 എണ്ണം. ഉനായ് സിമോൺ വേൾഡ് കപ്പിൻ്റെ ഫൈനലടക്കം ക്ലീൻ ഷീറ്റ് നേടിക്കൊണ്ട് മോസ്റ്റ് ക്ലീൻ ഷീറ്റ്സ് ഇൻ 1 വേൾഡ് കപ്പ് എന്നുള്ള റെക്കോർഡിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഈ വേൾഡ് കപ്പിൽ പിറന്നിട്ടുള്ള റെക്കോർഡുകൾ എന്ന് ഫിഫ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.